ഇന്ന് ദൈവമക്കൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ഒരു 3 വെജിറ്റബിൾ ഐറ്റംസ് കൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കുന്ന രീതി. ആ ജ്യൂസിന് മാത്രമല്ല, പ്രധാനമായിട്ടും നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ അതിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു, നമ്മുടെ ആരോഗ്യം കൂടി അല്ലേ. നമ്മൾ പല കാര്യം അല്ലേ, ദൈവവചനവും മറ്റു പല കാര്യങ്ങളും അല്ലേ, ദൈവത്തെയും ആരാധനയും ശുശ്രൂഷ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മനുഷ്യരാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് പല വ്യക്തികൾക്കും ഒരു പ്ലാനില്ല. അപ്പോൾ പ്രധാനമായിട്ടും ഞാൻ ഇത് ടെസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ് ബീട്രൂട്ട്, ക്യാരറ്റ്, തണ്ണിമത്തൻ. ഇത് 3 കൂടി ഞാനൊരു തവണ ജസ്റ്റ് ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചു. അപ്പോൾ അത് നല്ലൊരു കംഫർട്ടബിളായിട്ട് തോന്നി. വിത്തൗട്ട് ഷുഗർ ആഡ് ചെയ്യാതെ ഫ്രഷ് ജ്യൂസ്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് എനിക്കൊന്ന് അറിയാൻ ഒരു വ്യഗ്രത തോന്നി. അങ്ങനെ ഞാനത് ഇതിനെക്കുറിച്ച് ഒരുപാട് ദിവസം ഇരുന്ന് പരീക്ഷിച്ചു, പഠിച്ചു. അപ്പോൾ ഈ 3 ഐറ്റംസിലും എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് എന്നതിനെക്കുറിച്ചുള്ള ഒരു സന്ദേശമാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് ക്യാരറ്റിനെ കുറിച്ച് നമുക്ക് പറയാം. ക്യാരറ്റിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ എ ആണ്, ബീറ്റ കരോട്ടിൻ രൂപത്തിൽ. അതുപോലെ തന്നെ ഇത് കണ്ണിൻ്റെ ആരോഗ്യത്തിനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുവാനും പ്രധാനമായിട്ടും സഹായിക്കുന്നു. അതുപോലെ വൈറ്റമിൻ എ, അതിന് പുറമേ ഉള്ളത് വൈറ്റമിൻ സി, വൈറ്റമിൻ K1, വൈറ്റമിൻ B6, പൊട്ടാസ്യം, ഫൈബർ എന്നിവയും ക്യാരറ്റിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അതിൽ വൈറ്റമിൻ എയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും കണ്ണിൻ്റെ ആരോഗ്യം, രോഗപ്രതിരോധ ശേഷി, ചർമ്മ സംരക്ഷണം എന്നിവയ്ക്ക് സഹായിക്കുന്നു. അതുപോലെ വൈറ്റമിൻ സി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ചർമ്മത്തിലെ കൊളാജൻ ഉൽപ്പാദനത്തിനും പ്രത്യേകിച്ചും പച്ച ക്യാരറ്റ് സഹായിക്കുന്നു. അതുപോലെ വൈറ്റമിൻ K1 എല്ലുകളുടെ ഊർജ്ജമാക്കാൻ K1 സഹായിക്കുന്നു, എല്ലുകളുടെ ഊർജ്ജമാക്കി മാറ്റുവാൻ. അതുപോലെ വൈറ്റമിൻ B6 ഭക്ഷണത്തെ ഊർജ്ജമാക്കി മാറ്റുവാൻ സഹായിക്കുന്നു. ഹൃദയാരോഗ്യം, ശാരീരിക ഭാരം കുറക്കുക, ഇതൊക്കെ ഇതിനെ സഹായിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ക്യാരറ്റിൻ്റെ ഗുണം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ബീട്രൂട്ടിൽ അടങ്ങിയിരിക്കുന്നത് വൈറ്റമിൻ സി, അതുപോലെ വൈറ്റമിൻ B9, വൈറ്റമിൻ കൂടാതെ പൊട്ടാസ്യം, ഇരുമ്പ്, മാഗ്നീഷ്യം, ആൻറ്റി ഓക്സിജൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ്. അതിൽ വൈറ്റമിൻ സിയെക്കുറിച്ച് പറയാൻ രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്നു. വൈറ്റമിൻ B9 കോശങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. വൈറ്റമിൻ B6 ആൻഡ് K മെറ്റബോളിസത്തിൻ്റെയും അസ്ഥികളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു. പൊട്ടാസ്യം, ഇരുമ്പ് ഇതിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നു. സമ്മർദ്ദം നിയന്ത്രിക്കുവാനും വിളർച്ച തടയുവാനും സഹായിക്കുന്നു. ബീട്രൂട്ട് പച്ചയായി കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തണ്ണിമത്തൻ വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്നു, വൈറ്റമിൻ സി, B6, അങ്ങനെ 3 കാര്യങ്ങൾ അടങ്ങിയ പൊട്ടാസ്യം, മാഗ്നീഷ്യം, അങ്ങനെ ഒരുപാട് വൈറ്റമിൻ അടങ്ങിയതാണ് തണ്ണിമത്തൻ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി.